നമ്മുടെ ബ്രെയിനകത്ത് പ്രധാനപ്പെട്ട 3 കെമിക്കൽസ് ഉണ്ട്. ബ്രെയിൻ കെമിക്കൽസ് എന്ന് പറയും. നമ്മുടെ അറ്റൻഷന് അല്ലെങ്കിൽ നമ്മുടെ ഏകാഗ്രത, ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട 3 ബ്രെയിൻ കെമിക്കൽസ്. നമ്പർ 1 ഡോപ്പമിൻ, അതല്ലെങ്കിൽ റിവാർഡ് കെമിക്കൽ എന്ന് പറയും. നമ്മൾ സോഷ്യൽ മീഡിയക്കകത്ത് ലൈക്ക് കിട്ടുമ്പോഴും കമന്റ് കിട്ടുമ്പോഴും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു സോഷ്യൽ അപ്രൂവൽ കിട്ടുന്ന സമയത്ത് ഒരു ഡോപ്പമിൻ ഹിറ്റ്സ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്തൊക്കെ കിട്ടുന്നത് സെയിം ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ബ്രെയിൻ കെമിക്കലാണ്. മറ്റൊന്ന് സെറോട്ടോണിൻ, നമ്മുടെ മൂഡ് റെഗുലേറ്റ് ചെയ്യുന്ന, ഒരു ടാസ്ക് ചെയ്യണമോ അതല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു ബ്രെയിൻ കെമിക്കൽ. മറ്റൊന്ന് നോർ എപ്രിനെഫ്രിൻ, നിങ്ങളെ എപ്പോഴും അലേർട്ടായിട്ട് നിങ്ങളെ മൂഡ് കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു ബ്രെയിൻ കെമിക്കൽസ്. നമ്മൾ ഒരു കാര്യം ചെയ്തു തുടങ്ങിയിട്ട് അത് പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുക അതല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള ശീലങ്ങളെ പ്രധാനമായിട്ടും കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 ബ്രെയിൻ കെമിക്കൽസ് ആണ്. പക്ഷേ ഇതിനെ നമുക്ക് എങ്ങനെ ഹാക്ക് ചെയ്യാം? ഈ 3 കെമിക്കൽസിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മുടെ അറ്റൻഷനെ, നമ്മുടെ ശ്രദ്ധയെ, നമ്മുടെ ഏകാഗ്രതയെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതിന് അവതരിപ്പിക്കുകയാണ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക്. എന്താണ് ഫോക്കസ്? ഫൈൻഡ് യുവർ പേർപ്പസ്. നിങ്ങളുടെ ഉദ്ദേശം എന്താണോ, നിങ്ങളുടെ ലക്ഷ്യം എന്താണോ, ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. സ്വന്തത്തോട് ചോദിക്കുക, എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? എന്താണ് ഈ ജീവിതത്തിന്റെ പേർപ്പസ്? ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും മറ്റുള്ള ഡിസ്ട്രാക്ഷൻസ്, സോഷ്യൽ ഡിസ്ട്രാക്ഷൻസ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ സോഷ്യൽ ഡിസ്ട്രാക്ഷൻസ് ആയിക്കോട്ടെ നിങ്ങളെ ബാധിക്കുകയില്ല. നെക്സ്റ്റ് 1 ഔട്ട്സ്മാർട്ട് യുവർ ആപ്സ്. നിങ്ങളെ മൊബൈൽ ഫോണുകളിൽ ഉള്ള അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് റിമൂവ് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണുകൾ ഒരിക്കലും നമ്മെ കൺട്രോൾ ചെയ്യുന്നില്ല, പകരം നമ്മുടെ കൺട്രോളിലാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ എന്നുള്ളത് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് 1 ക്യൂറേറ്റ് യുവർ അൽഗോരിതം. നേരത്തെ പറഞ്ഞ അറ്റൻറ്റീവ് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ അറ്റൻഷൻ എഞ്ചിനീയേഴ്സ്, ഇവർ ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണോ, നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ താല്പര്യങ്ങളും നമ്മളെക്കാൾ ഒരുപാട് അറിയുന്നത് മെറ്റ പോലുള്ള മറ്റു കമ്പനികൾക്കാണ്. അപ്പം ഇവരെ കയ്യിലുള്ള ഡാറ്റകൾ ആണ് നമുക്ക് വരുന്ന സോഷ്യൽ മീഡിയക്ക് അത് വരുന്ന പോസ്റ്റുകളും മറ്റു കാര്യങ്ങളും. എങ്കിൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള അക്കൗണ്ടുകൾ അൺഫോളോ ചെയ്യുക, ആവശ്യമായിട്ടുള്ള സ്കോളേഴ്സിനെ ഫോളോ ചെയ്യുക, അതല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള അക്കൗണ്ടുകളും പോസ്റ്റുകളും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫീഡുകൾ നിങ്ങൾക്ക് തന്നെ ക്യൂറേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് 1 അൺപ്ലഗ് റെഗുലർലി. നിങ്ങളെ ജീവിതത്തിനകത്ത് കൃത്യമായിട്ട് ടൈം ലൈനകത്ത് ഫോണുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്സ് ഉപയോഗിക്കാത്ത ടൈം ലൈനുകൾ നിശ്ചയിക്കുക. എഴുന്നേറ്റിട്ട് അടുത്ത 10 മണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണോ കഴിയുന്നത് അതിനനുസരിച്ചിട്ട് കൃത്യമായിട്ട് ടൈം ഷെഡ്യൂൾസ്, ആ സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. കിടക്കുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പ് മൊബൈൽ പൂർണ്ണമായിട്ടും മാറ്റി വെക്കുക. ഇങ്ങനെ പൂർണ്ണമായിട്ടും മൊബൈൽ ഫോണിൽ നിന്നും അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിൽ നിന്നും മാറി നിൽക്കുന്ന സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയിച്ചു വെക്കുക. നെക്സ്റ്റ് 1 സിംപ്ലിഫൈ യുവർ റൂട്ടീൻ. നിങ്ങളെ മുമ്പ് പറഞ്ഞു നിങ്ങളെ ഗോൾസ് കാര്യങ്ങൾ നിങ്ങൾ ഡിഫൈൻ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റൂട്ടീൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. രാവിലെ ഈ സമയത്ത് എഴുന്നേൽക്കേണ്ടതുണ്ട്, ഈ സമയത്ത് എൻ്റെ ടു ഡു ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്, ഇത്രയും കാര്യങ്ങൾ എൻ്റെ നോട്ട് ടു ഡു ആണ്, ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പാടില്ല, അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ഈ സമയത്താണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു സർക്കേഡിയൻ റിതം നിങ്ങൾ തന്നെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ നിങ്ങൾക്ക് പരമാവധി ലാഭം കൊയ്യാൻ പറ്റും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്.